പ്രിയമുള്ളവരെ, ഗവർണർ എന്ന പദവി കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. ഗവർണർ എന്നതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടനയുടെ 153, 154 വകുപ്പുകളിലാണ് ഗവർണർമാരെ കുറിച്ച് പരാമർശിക്കുന്നത്. കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഉണ്ടാവുന്നത് പോലെ 28 സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിയും ഗവർണർമാരും ഉണ്ടാവും. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണർ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു സംസ്ഥാനത്ത് ഗവർണർ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സംസ്ഥാനത്തുള്ള ഗവർണർക്ക് ഈ സംസ്ഥാനത്തിൻ്റെ ചുമതല കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഭരണഘടന പറയുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഗവർണർമാർ വേണോ വേണ്ടയോ എന്നുള്ള ചർച്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു. വേണമെന്നുള്ള ചർച്ചക്കാണ് ഭൂരിപക്ഷം ലഭിച്ചത്. അടിസ്ഥാനത്തിലാണ് ഗവർണർ നിയമനം. ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികളായിട്ടാണ് ഗവർണർമാർ നിയമിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ഗവർണർമാരൊക്കെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ കോൺഗ്രസ് പ്രതിനിധികളായിരിക്കും, BJP ഭരിക്കുകയാണെങ്കിൽ BJP പ്രതിനിധികളായിരിക്കും. കേരളത്തിൽ ഇപ്പോൾ പുതിയൊരു ഗവർണറെ നിയമിച്ചിട്ടുണ്ട്. രാജേന്ദ്ര R. ലേഖർ ആണ് 25ാമത്തെ ഗവർണറായിട്ട് ജനുവരി 2-ാം തീയതി നിയമിതനാകുന്നത്. ഇതിനു മുമ്പ് ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു കേരളത്തിൻ്റെ ഗവർണർ. 5 വർഷം അദ്ദേഹം കേരള ഗവർണറായി ചുമതലയേറ്റു. അദ്ദേഹം ബീഹാറിലേക്കാണ് ഗവർണറായി നിയമിക്കുന്നത്. 1957 EMS ഗവൺമെൻറ്റിൻ്റെ കാലത്ത് B. രാമകൃഷ്ണ റാവു ആയിരുന്നു കേരളത്തിൻ്റെ ആദ്യത്തെ ഗവർണർ. മുൻ രാഷ്ട്രപതി VV ഗിരി കേരളത്തിൻ്റെ 2ാമത്തെയോ ഗവർണറായിട്ടുണ്ട്. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് P. സദാശിവം ആരിഫ് മുഹമ്മദ് ഖാൻ്റെ തൊട്ടുമുമ്പത്തെ ഗവർണറായിരുന്നു. മുൻ കേന്ദ്ര വ്യവസായ മന്ത്രി, വാജ്പേയി ഗവൺമെൻറ്റിൽ വ്യവസായ മന്ത്രിയായിരുന്ന സിക്കന്ദർ ഭക്ത് കേരളത്തിൻ്റെ ഗവർണറായിരുന്നു. ഗവർണറായിരിക്കെ മരിച്ച ഏക വ്യക്തി, കേരളത്തിലെ ഏക ഗവർണറായിരിക്കുന്ന മരിച്ച വ്യക്തി സിക്കന്ദർ ഭക്തായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് വെച്ചാണ് മരണപ്പെട്ടത്. അതേപോലെ കേരളത്തിൽ പെടാത്തവരാണ് കേരളത്തിലെ ഗവർണറാവുക. പക്ഷെ കേരളത്തിൽ നിന്നും ഉള്ള ഒരാൾ കേരളത്തിൻ്റെ ഗവർണറായിട്ടുണ്ട്. 1967 വിശ്വനാഥൻ കേരളത്തിൻ്റെ ഗവർണറായിരുന്നു. അന്ന് EMS ആയിരുന്നു മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ പരസ്പരം പൊരുത്തക്കേടായിരുന്നു. ഇന്ന് ആരിഫ് ഖാനും ശ്രീ പിണറായി വിജയനും ഉണ്ടായതുപോലെ. കേരളത്തിൽ ഗവർണർ ഇല്ലാത്തൊരു സമയമുണ്ടായിരുന്നു. കർണാടക ഗവർണർ ഖുർഷിദ് ആലംഖാനായിരുന്നു അധിക ചുമതല ഉണ്ടായിരുന്നത്. 1996 നായനാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് കർണാടക ഗവർണറായിരുന്ന ഖുർഷിദ് ആലംഖാൻ മുഖേനയായിരുന്നു. അദ്ദേഹത്തിന് താൽക്കാലിക ചുമതലയാണ് നൽകിയിരുന്നത്. അതിനുശേഷം ഗവർണറായി നിയമിച്ചത് ഐക്യമുന്നണി സർക്കാർ പ്രതിനിധിയായി ജസ്റ്റിസ് സുഖ്ദേവ് സിംഗ് കങ് ആയിരുന്നു. അദ്ദേഹം 5 കൊല്ലം കേരളത്തിൻ്റെ ഗവർണറായിരുന്നു. അദ്ദേഹം പഞ്ചാബ് സ്വദേശിയാണ്. CPM പ്രതിനിധിയായിട്ടാണ്. ഹർകിഷൻ സിംഗിൻ്റെ സുർജിത്തിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അദ്ദേഹം ഗവർണറായി നിയമിച്ചത്. B. രാജയ്യ ആയിരുന്നു കർണാടക മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഗവർണറായിരുന്നത്. ഇനി കേരളത്തിൽ നിന്ന് 15 പേർ ഇതിനകം ഗവർണർമാരായിട്ടുണ്ട്. മുൻ ധനകാര്യമന്ത്രി K. ശങ്കരനാരായണൻ, മുൻ KPCC പ്രസിഡന്റ് PC അലക്സാണ്ടർ, L. ജേക്കബ്, വക്കം പുരുഷോത്തമൻ, BJP നോമിനികളായി PN ശ്രീധരൻപിള്ള, അതോടൊപ്പം ആനന്ദ് ബോസ്. ഇവർ ഇപ്പോൾ ഗവർണർ ആമാരാണ്. മുൻ BJP സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന കുമ്മന രാജശേഖരനും 8 മാസം ഗവർണറായിരുന്നു. കേരളത്തിൽ നിന്ന് ഗവർണർമാരായവരുടെയും കേരളത്തിൽ ഇതുവരെ ആയ 25 ഗവർണർമാരുടെയും പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഗവർണർമാരുടെ ശമ്പളം 3.5 ലക്ഷം രൂപയാണ്. ആസ്ഥാനം രാജ്ഭവനാണ്. 5 വർഷമാണ് ഗവർണർമാരുടെ കാലാവധി.